നമസ്കാരം. മയ്യനാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇപ്പോൾ മിക്കവാറും ചാക്കിൽ കെട്ടിക്കൊണ്ട് റോഡ് വക്കിലിങ്ങനെ ഡംപ് ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. മിക്കവാറും വാർഡുകളിൽ നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം, ചില ഒഴിഞ്ഞ പുരയിടത്തിലൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രാവിലെ നടക്കാൻ പോകുന്നവർക്കൊക്കെ നായ്ക്കളുടെ ശല്യമാണ് ഏറ്റവും രൂക്ഷം. ഇത് കടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതും കാണാൻ പറ്റുന്നത്. എന്തായാലും ഇതിനെ പറ്റിയൊക്കെ നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇത് ഹരിതകർമ്മ സേനയുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ സ്ഥലങ്ങളിൽ പഞ്ചായത്തിൽ പലയിടത്തും പല വാർഡുകളിൽ നിന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കെല്ലാം അസൗകര്യം ഒഴിവാക്കി കിട്ടും. കാരണം എന്ന് വെച്ചാൽ സൈക്കിളിൽ പോകുന്ന കാറ്റടിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ വണ്ടി വന്ന് തട്ടാറുണ്ട്. പിന്നെ ടൂ വീലറുകാർക്ക് പ്രശ്നമുണ്ട്. പിന്നെ പട്ടി അടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പഞ്ചായത്ത് ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. അന്നേരം കുറച്ച് റോഡും ഒന്ന് ക്ലീനായി കിട്ടും. ഹരിതകർമ്മസേന വയനാട് പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള വർക്കുകളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ വീടുകളിൽ നിന്നൊക്കെ പിന്നെ മാലിന്യങ്ങൾ 50 രൂപയൊക്കെ നൽകി അവർ നല്ല രീതിയിൽ തന്നെ അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും, പക്ഷേ ഇത് മിക്ക പ്രദേശത്തും എല്ലാ പ്രദേശത്തെയും റോഡുകളുടെ സൈഡിലിട്ട് വട്ടി ചെയ്ത് വലിച്ചു കയറി രാവിലെ നടക്കാൻ പോകുന്ന ആർക്കും തന്നെ ഒന്ന് പോകാനോ ബൈക്കിലോ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വട്ടി വലിയ ശല്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പെട്ടെന്ന് തന്നെ പഞ്ചായത്തുടൻ തന്നെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം.